നമസ്കാരം. പ്രസാദ് വൈദ്യർ, കരിന്തറ മാന്ത്രിക വൈദ്യമഠം. ഇന്ന് പറയുന്ന ഏറ്റവും വലിയൊരു കാര്യം, എന്ത് ചെയ്തിട്ടും വിട്ടുമാറാത്ത ശത്രുദോഷത്തിന്റെ പ്രതിവിധി വളരെ ലളിതമായി ആണ് ഈ ചെയ്യാവുന്ന ഒരു കാര്യമാണ് പറഞ്ഞത്. ഏത് കാലത്തും എപ്പോഴും എന്നും ശത്രുക്കളെ കൊണ്ടുള്ള രോഗങ്ങളും ദുരിതങ്ങളും ബാധകളും വന്ന് ഓരോ വ്യക്തികളുടെ ചിന്ത, ബുദ്ധി, കഴിവുകൾ നഷ്ടപ്പെട്ട് ഒന്നും ചെയ്യാൻ പറ്റാതെ, ഒന്നിനും ഇറങ്ങാൻ പറ്റാതെ മാനസികവും ശാരീരികവുമായിട്ട് വലിഞ്ഞു മുറുകി നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. ഈ ആളുകൾക്കൊക്കെ ദോഷങ്ങൾക്ക് വേണ്ടി ഒരുപാട് പ്രതിവിധികളൊക്കെ ചെയ്ത് വളരെ ബുദ്ധിമുട്ടിയിരിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള വളരെ എളുപ്പമായിട്ടുള്ള മാർഗമാണ് നമ്മൾ പറഞ്ഞു തരുന്നത്. ചൊവ്വ, വെള്ളി, ഞായർ ദിവസങ്ങളിൽ നമ്മൾ ഇവിടെ മഠത്തിൽ നടക്കുന്ന പൂജകളിൽ ശത്രു സംഹാര പൂജ നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. ആ ശത്രു സംഹാര പൂജയിൽ നിങ്ങളുടെ പേരിൽ പൂജ നടത്തുകയും ആ പൂജയിലേക്ക് നിങ്ങളിൽ കാണുന്ന ശത്രുദോഷത്തെ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ കാഞ്ഞിര പ്രതിമയിലേക്ക് പൂജിച്ച്, ഇതാണ് കാഞ്ഞിര പ്രതിമ. ഇത് ആണിനും പെണ്ണിനും ഓരോ തരത്തിലുള്ള രണ്ട് തരാണ്. അപ്പോൾ ആണാണെങ്കിൽ ആണ്, പെണ്ണാണെങ്കിൽ പെണ്ണ്, അതെടുത്ത് പറയണം. അപ്പോൾ ഈ കാഞ്ഞിര പ്രതിമയിലേക്ക് നിങ്ങളെ ശത്രുദോഷത്തെയൊക്കെ ആവാഹിച്ച് ഇതിന്റെ മേലെ ഒരു ഭദ്രകാളി പ്രതിമയും നെല്ലും പൂവൊക്കെ കൂടി വെച്ച് പൂജിച്ച് ഇത് നിങ്ങൾക്ക് അയച്ചു തരും. കണ്ടില്ലേ, ഈ പ്രതിമയാണ്. ഈ പ്രതിമ കാഞ്ഞിരത്തും കൊണ്ട് ഉണ്ടാക്കിച്ചാണ്. ഈ പ്രതിമ നിങ്ങളിലേക്ക് അയച്ചു തന്നു കഴിഞ്ഞാൽ നിങ്ങൾ അത് എന്ത് വേണം, ഒരു വാഴയുടെ ഇലയിൽ വെച്ച് 5 തിരി കത്തിച്ച് 8 തവണ ഒഴുക്കി കളഞ്ഞാൽ നിങ്ങളുടെ കുടുംബപരമായിട്ട് ബാധിക്കുന്നതും നിങ്ങളിൽ ബാധിക്കുന്നതുമായിട്ടുള്ള ശത്രുദോഷങ്ങളും ദുരിതങ്ങളും ബാധകളും ബന്ധനങ്ങളൊക്കെ വിട്ടുപോകും എന്നുള്ളത് പൂർണ്ണമായിട്ട് മാറുകയും ചെയ്യും. വിട്ടുപോകും എന്നുള്ളതിൽ യാതൊരു സംശയമല്ല. ഇതിന് നമുക്ക് ആകെ ചെലവ് എന്ന് പറയുന്നത്, പൂജയ്ക്കൊരു 500 രൂപ പൂജയ്ക്ക് ചെലവുണ്ട്. അതുപോലെ പോസ്റ്റ് ചാർജ് അടക്കം 750 രൂപയാണ് ഇതിന് ചെലവ്. ഇതിന് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പല പല കാര്യങ്ങളും ചെയ്ത് നോക്കിയിട്ടുണ്ടാവും, പല പല കർമ്മങ്ങൾ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരിക്കും. ഇതൊക്കെ ചെയ്തിട്ടും മാറ്റമില്ല എന്നുണ്ടെങ്കിൽ ഒരു പരീക്ഷണം എന്നുള്ള നിലയ്ക്ക് നമ്മൾ ഇതിന്റെ മുകളിലാണ് ചെയ്തു തരുന്നത്. ശത്രു സംഹാര പൂജകൾ എന്ന് പറയുന്നത് അഘോരം, സുദർശനം, പ്രത്യങ്കരി ഹോമങ്ങളാണ് നമ്മൾ സാധാരണ ശത്രു സംഹാരത്തിന് വേണ്ടി ചെയ്യാറ്. ആ കർമ്മത്തിൽ നിങ്ങളുടെ പേരുനാളും അർച്ചനകൾ ചെയ്ത് ഈ മന്ത്ര ദുരിതങ്ങളൊക്കെ നിങ്ങളിൽ നിന്ന് ആവാഹിക്കുകയും ഈ പ്രതിമ നിങ്ങളിലേക്ക് തന്ന് നിങ്ങൾ അത് ഒരു വാഴയുടെ ഇലയിൽ വെച്ച് ഒരു 5 തിരിയും കത്തിച്ച് വെച്ച് 8 തവണ ഒഴിഞ്ഞതിന് ശേഷം വീട് 3 പ്രാവശ്യം പ്രദക്ഷിണം ചെയ്ത് വീടും കൂടി ഒഴിഞ്ഞിട്ട് നിങ്ങൾ അത് ഒഴുക്കിക്കളയുക എന്നുള്ളതാണ് ഈ പ്രതിമ നിങ്ങളിൽ കൈ കെട്ടിക്കഴിഞ്ഞാൽ ചെയ്യേണ്ടത്. ഇതുകൊണ്ട് തന്നെ നമ്മുടെ ബാധിക്കുന്ന ശത്രുദോഷങ്ങൾക്ക് തന്നെ ഒരു അറുതി വരും എന്നുള്ളതാണ്. കാരണം ഏറ്റവും കുറഞ്ഞത് ഒരു വ്യക്തിക്ക് ശത്രു സംഹാര പൂജ ചെയ്യണം എന്നുണ്ടെങ്കിൽ 4000 മുതൽ നമുക്ക് 8000, 12000 രൂപയൊക്കെ ചെലവ് വരും. ഈ പൈസ കൂടുന്നത് എന്നൊക്കെ ശത്രു സംഹാരത്തിന് വേണ്ടി കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഇപ്പോൾ 1000 സംഖ്യ സുദർശന ഹോമം ചെയ്യണം എന്നുണ്ടെങ്കിൽ 6 മണിക്കൂർ പിടിക്കും. അത് മഹാസുദർശനം ചെയ്യണമെങ്കിൽ ഈ മഹാസുദർശന ഹോമം 6 മണിക്കൂർ കർമ്മത്തിനും അതിന്റെ സമത്വക്കൾക്കും കൂടി വരുമ്പോൾ ഏറ്റവും കുറഞ്ഞത് 2000 രൂപയെങ്കിലും ചെലവ് വരും. കാരണം അതിനുള്ള 2 പേര് വേണം. അതിന്റെ സാധനങ്ങളുമായിട്ട് കർമ്മം ചെയ്യുമ്പോൾ 5-6 മണിക്കൂർ 2 പേരും മെനക്കെടുമ്പോൾ അതിൻ്റെതായ കൂലി നമുക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. എന്നെങ്കിൽ മാത്രമേ കർമ്മിക്ക് ജീവിച്ചു പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഇപ്പോൾ ശത്രുക്കളെ കൊണ്ട് നിരന്തരമായിട്ട് ബുദ്ധിമുട്ടുന്ന ഈ ആളുകൾ, അപ്പോൾ ഇത് ഇങ്ങനെ 6000 വെച്ച് ഇങ്ങനെ എന്നൊന്നും കൊണ്ടുകൊടുക്കാൻ അവരുടെ കയ്യിൽ ഇല്ലേനും. അതുകൊണ്ടാണ് നമ്മൾ മഠത്തിൽ വെച്ചിട്ട് ഇതുപോലുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകളോ ഈ ശത്രുദോഷങ്ങളെ കൊണ്ട് വലയുന്ന ആളുകൾക്കൊക്കെ വളരെ സിമ്പിളായി തന്നെ നമുക്ക് ചെയ്തു തരുന്നത്. ഇതൊക്കെ നമ്മൾ പറഞ്ഞു തരുമ്പോൾ തന്നെ ഇതിന്റെ ചുവട്ടിൽ ആദ്യം തന്നെ കമന്റ് വരും, ഇയാൾ എന്താണ് പറയണത്, കർമ്മല്ലേ, അതല്ലേ, ഇതല്ലേ, എന്തോ ഒരു പ്രതിമ അയച്ചെന്നപ്പോൾ ആകേണ്ട മറങ്ങും, അല്ല എല്ലാ ദോഷങ്ങളും കൊണ്ട് മാറുമോ, എന്താണ് എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് കമന്റ് ഒക്കെ വരും. നിങ്ങൾ ചെലവാക്കുന്ന പൈസ വെറും 750 രൂപയാണ്. അതിൽ 50 രൂപ പോസ്റ്റ് ചാർജാണ്. പിന്നെ ഇതിന്റെ സാധനങ്ങളും പൂജയും ഇതിനും കൂടിയിട്ട് എന്താണെന്ന് വെച്ചാൽ കൂട്ടത്തിൽ നമ്മൾ ഒരാളായി മാറുക എന്നല്ല, എന്നാൽ കൂട്ടത്തിൽ ഒരാളാണെങ്കിലും ഈ തനിച്ച് കിട്ടേണ്ടതായിട്ടുള്ള ഫലം നിങ്ങൾക്ക് കിട്ടും. നമുക്ക് ഒരുമിച്ച് ചെയ്യാൻ ഒരുപാട് പൈസ ചെലവുണ്ട് എന്ന് നിങ്ങൾക്കറിയാലോ. അതിൽ നിങ്ങൾ ഒരുപാട് പേര് ഉണ്ടാവുമ്പോൾ നമുക്ക് അതിൻ്റെതായ പൈസയുടെ ചെലവും കുറയും. അതിന് ചെലവും കുറയും. എന്നാൽ ഇതിന് ഗുണമാണെങ്കിൽ കിട്ടാതിരിക്കുകയും ചെയ്യില്ല. അപ്പൊ നിങ്ങൾക്കാണെങ്കിൽ സാമ്പത്തികമായിട്ട് പ്രതിസന്ധികളുള്ള ആളുകൾക്ക് കരകയറാനോ വഴിത്തിരിവ് ഉണ്ടാകാനും വേണ്ടിയിട്ട് ഒരു മാർഗമാണ് നമ്മൾ ചെയ്തു തരുന്നത്.
ഇതിൽ നമുക്ക് നഷ്ടമൊന്നും വരില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ആളുകൾ കൂടുന്തോറും നമുക്കിതിന് പൈസ കൂലിവട്ടമൊക്കെ നല്ല രീതിയിൽ കിട്ടുകയും ചെയ്യും. നമുക്ക് മറ്റുള്ള ആളുകൾക്ക് ഇത് നല്ല കാര്യമായിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റുകയും ചെയ്യും. ഇതാണ് ഞാൻ ഇത് ഔദാര്യമായിട്ട് ചെയ്തു തരുന്നതൊന്നുമല്ല. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ അതും വിചാരിക്കേണ്ട. കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഇത് വെറുതെ ഇരുന്നിട്ട് ഒരു പണിയില്ലാണ്ട് നമ്മളിങ്ങനെ ജനങ്ങളെ നന്നാക്കാൻ വേണ്ടിയിട്ട് കർമ്മം ചെയ്തിരിക്കുക എന്നുള്ള ഒരു ധാരണ വേണ്ട. പക്ഷേ നമ്മൾ ചെയ്യുന്നത് ജനങ്ങൾ നന്നാവാൻ വേണ്ടിയിട്ട് തന്നെയാണ്. പക്ഷേ എന്നാലോ നമുക്ക് അതിൻ്റെ കൂലി ഇതിൽ നിന്ന് കിട്ടും എന്നുള്ളത് കൊണ്ടും കൂടിയാണ്. നമുക്ക് 10 ആള് ഇതുപോലെ ഉണ്ടെങ്കിൽ 10 ആൾ ഇതിന് ഇതുപോലെ കർമ്മം ചെയ്യാൻ വന്നാൽ 7500 രൂപയായി. അതുപോലെ തന്നെ കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ ആൾക്കാരായി. അപ്പൊ എന്താണെന്ന് വെച്ചാൽ നമുക്ക് മറ്റുള്ള ആളുകൾക്ക് ഫലമുണ്ടാകുന്ന തരത്തിൽ ഒരു കർമ്മം ചെയ്തു കൊടുക്കുന്നത് കൊണ്ട് നമുക്കൊരു നഷ്ടവുമില്ല. എന്നാൽ നമുക്കൊരു കടമയാണ് മറ്റുള്ള ആളുകളുടെ ദോഷ ദുരിതത്തിന് ലളിതമായ രീതിയിൽ പരിഹരിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരാൾ ഒരു കാര്യം ചെയ്തു തരുമ്പോൾ എല്ലാ ആളുകളും ആലോചിക്കുക ഒന്നാമത്തെ കാര്യം അയാൾക്ക് ഇതിൽ എന്താണ് നേട്ടം എന്നുള്ളതാണ്. ഈ നേട്ടമില്ലാത്ത ഒരു കാര്യം ആരും ചെയ്യില്ല. പക്ഷെ എന്നാലും കാര്യമായൊരു നേട്ടത്തിന് വേണ്ടി നമ്മൾ ഇറങ്ങൂല. വെറും നേട്ടം മാത്രമാക്കി ജീവിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മൾക്ക് പറ്റിയ പണിയല്ല. വൈദികപരമായ കാര്യങ്ങൾ നമ്മൾ പല ആളുകൾക്കും നമ്മൾ പല കാര്യങ്ങളും വിട്ടുവീഴ്ച ചെയ്തിട്ടും സഹകരിച്ചിട്ടും സാമ്പത്തികമില്ലാത്തവർക്ക് വേണ്ടിയിട്ടും കടബാധ്യത ഉള്ളവർക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മൾ വളരെ ദുരിതമടിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ പണമില്ലാതെ ചെയ്തു കൊടുക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ ഞാനിത് ഇതുപോലെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു കാര്യം കാണുമ്പോഴേക്കും ആദ്യം അതിന്റെ പിന്നാമ്പുറമാണ് എല്ലാവരും ആലോചിക്കുക. കാരണം എന്താ വെച്ചാൽ 750 രൂപയ്ക്ക് ഒരു ദുരിതം മാറാൻ ഒരാൾ കാര്യം ചെയ്തു തരുന്നുണ്ടല്ലോ, എന്നാൽ അത് ചെയ്യട്ടെ എന്ന് അല്ലെങ്കിൽ ചെയ്യിപ്പിക്കട്ടെ അല്ലെങ്കിൽ ചെയ്ത് നോക്കട്ടെ എന്ന് വിചാരിക്കാതെ അയാൾ ഇതിന് എന്താണ് ഇറങ്ങാൻ കാരണം എന്നാ വിചാരിക്കുക. അപ്പോൾ കാരണമാണ് ആദ്യം പറഞ്ഞുതരാം. ഇതൊക്കെ തന്നെയാണ് കാരണം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് ഇതൊരു സഹായവും ചെയ്യുന്ന എനിക്ക് നഷ്ടമില്ലാത്തൊരു കാര്യമായതുകൊണ്ടാണ് ചെയ്തു തരുന്നതെന്ന് ഒറ്റ വാക്കിൽ പറയാം. അപ്പൊ എന്താണെന്ന് മനസ്സിലായില്ലേ? അപ്പൊ ഇതാണ് വളരെ സിമ്പിളായിട്ട് പറയാം. അപ്പൊ ആ ദോഷങ്ങളും ദുരിതങ്ങളൊക്കെ നമ്മൾ ആവാഹിച്ച് എടുത്ത് മാറ്റിയതിന് ശേഷം ഇപ്പൊ ഇതൊക്കെ പറയാൻ കാരണം എന്താ വെച്ചാൽ ഈ കൊത്തി വർത്താനായിട്ട് വരുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞതൊക്കെ കേട്ടോ. അത് നിങ്ങൾ കണക്കാക്കണ്ട. അപ്പൊ നമ്മൾ കാര്യത്തിലേക്ക് വരാം. എന്താന്ന് വെച്ചാൽ ഇതാണ് കാഞ്ഞിര പ്രതിമയിൽ നമുക്ക് ഒരുപാട് ദോഷങ്ങളും ദുരിതങ്ങളൊക്കെ മാറാനുള്ള മാർഗമുണ്ട്. ആ മാർഗങ്ങളൊക്കെ ഇതിലേക്ക് ആവാഹിച്ച് നമ്മളത് ഒഴിഞ്ഞു കളയുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് കാലത്തേക്കെങ്കിലും നമുക്കൊരു ശാന്തി സമാധാനം കിട്ടും. ആ കിട്ടും എന്നുള്ളതിന്റെ ഏറ്റവും ചെറിയ രീതിയിലും ആ ഗുണം കിട്ടുന്ന തരത്തിലാണ് ഇത് ചെയ്ത് തരിക. ചെയ്യാൻ താല്പര്യമുണ്ട്, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകളുണ്ട്, പലതരത്തിലും പലതും ചെയ്തിട്ട് ബുദ്ധിമുട്ടിരിക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പൈസ എന്ന് പറയുന്നത് 750 രൂപയാണ്. ഈ 750 രൂപയ്ക്ക് ഈ കർമ്മങ്ങളൊക്കെ ചെയ്ത് നിങ്ങളെ വീട്ടിലേക്ക് എത്തിച്ച് തരും എന്നുള്ളതാണ്. ആണാണ് എന്നുണ്ടെങ്കിലും പെണ്ണാണ് എന്നുണ്ടെങ്കിലും പ്രത്യേകം എടുത്തു പറയണം. കാരണം എന്താന്ന് വെച്ചാൽ അപ്പൊ അവരുടെ പ്രതിമകൾക്ക് വ്യത്യാസമുണ്ട്. ഒരു സ്ത്രീയുടെ ദോഷമാണ് തീർക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് സ്ത്രീ പ്രതിമയാണ് തരിക. അതുപോലെ തന്നെ പുരുഷ ദോഷമാണ് തീർക്കുന്നത് എന്നുണ്ടെങ്കിൽ പുരുഷ പ്രതിമയിലേക്കാണ് ഇത് ആവാഹിക്കുക. അതിനുശേഷമാണ് ഇത് നിങ്ങൾക്ക് അയച്ചു തരിക. അത് നിങ്ങൾ ചെയ്യേണ്ട വിധാനങ്ങളൊക്കെ അവിടെ എഴുതി റെഡിയാക്കി തരും. അതുപോലെ ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ അലട്ടുന്ന ദോഷങ്ങളും വരെ നമുക്കൊരു അഭിവൃദ്ധി ഉണ്ടാവും എന്നുള്ളത് കൊണ്ടാണ് ഇതൊക്കെ പറയാൻ കാരണം. വൈദ്യം, ജ്യോതിഷം, മാന്ത്രികം എന്നുള്ള വീഡിയോകളാണ് നമ്മൾ സാധാരണ അപ്ലോഡ് ചെയ്യാറ്. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ വിരൽ തുമ്പിലുണ്ടായിരിക്കും വൈദ്യർ.